അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു സംശയം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മയ്യ കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ആ മയ്യത്തിനൊരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് സംസം വെള്ളം ഇങ്ങനെ കുറച്ചങ്ങനെ തെളിച്ചു കൊടുക്കാൻ പറ്റുമോ? മയ്യത്ത് കുളിപ്പിക്കാൻ സംസം വെള്ളം കുളിപ്പിക്കാൻ പറ്റില്ല എന്നറിയാം, പക്ഷേ ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു രസം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കാൻ മയ്യത്ത് മറ്റുള്ള വെള്ളം കൊണ്ടൊക്കെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് അതിന് ചെയ്യാൻ പറ്റുമോ? അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? ഇൻഷാ അല്ലാഹ്. സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കൽ അത്ര നല്ലതല്ല. കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിധി പറയുമ്പം കറാഹത്താണോ ഖിലാഫുൽ ഔലയാണോ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏറെക്കുറെ പണ്ഡിതന്മാരൊക്കെ അത് ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മയ്യത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ മയ്യത്തിൻ്റെ മേലെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വിരോധങ്ങളൊന്നുമില്ല, അത് നല്ലതാണ് എന്നുള്ള റൂട്ടും ഉലമാ സ്വീകരിച്ചിട്ടുണ്ട്. അതിനൊരുപാട് ധാരാളം തെളിവുകളും അവർ പറയുന്നുണ്ട്. ഏതായാലും സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കലല്ല കേട്ടോ ബറക്കത്തിന് വേണ്ടിയിട്ട് ചെയ്യൽ, രണ്ട് തന്നെയാണ്. മയ്യത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൻലീഫും അതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ പറയുന്ന അതിൻ്റെ ഒരു ബറക്കത്തിന് വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിക്കുക എന്നുള്ളത്. അപ്പം അതല്ല കുളിപ്പിക്കൽ എന്നുള്ളത്, രണ്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും മയ്യത്ത് കുളിപ്പിക്കൽ സംസം വെള്ളം കൊണ്ട് അത് വെടിയണം, അത് ചെയ്യരുത് എന്ന് ഖാത്തുമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിലൊക്കെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 3-ാം വാള്യം ഇതിൻ്റെ 159-ാമത്തെ പേജിലുണ്ടോ വഅയ്യജ്തനിബ മാ സംസം, അതായത് എൻ്റെ ജനായിസ് മയ്യത്തിൻ്റെ ബാബിൽ അതൊക്കെ പറയുന്നത്. മയ്യത്തിനെ കുളിപ്പിക്കുമ്പം വെള്ളം എടുക്കുമ്പം സംസം വെള്ളം ഒഴിവാക്കണം, വെടിയണം, അതുകൊണ്ട് കുളിപ്പിക്കരുത്. കാരണം റീസൺ പറഞ്ഞ ഇല്ലത്തെന്താ പറഞ്ഞ് ലിൽ ഖിലാഫി ഫി നജാസത്തിൽ മയ്യത്തി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നജസാണോ അല്ല വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർക്ക് നജസാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞവരുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംസം വെള്ളം അതിന്ന് ഒഴിവാക്കിയെടുക്കണം എന്ന് മഹാനവറുകൾ പറയുമ്പം അതിൻ്റെ വിധി പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കുളിപ്പിച്ചാൽ അതിൻ്റെ വിധി എന്താ എന്ന് പറയുന്നിടത്ത് മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിനെ നിഹായ വിശദീകരിച്ചുകൊണ്ട് ആശത്തുൻ നിഹായയിലൂടെ ശബ്രം മല്ലസി റഹിമഹുല്ലൊക്കെ പറയുന്നത് അത് ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല എന്നാണ് അതിൻ്റെ വിധി വരിക എന്നുള്ളത്. ആശത്തുൻ നിഹായയുടെ 2-ാം വാള്യം 511-ാമത്തെ പേജിലുണ്ടോ ഫയഖൂനുൽ ഗുസ്ലു ബിഹി, സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കൽ, ബറക്കത്തിന് വേണ്ടി വയ്ക്കലല്ല, കുളിപ്പിക്കൽ, അത് ഖിലാഫുൽ ഔലയാണ്, അത് നല്ലതല്ല എന്നുള്ളത്. എന്നാൽ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, സംസം വെള്ളത്തിൻ്റെ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് എല്ലാ കുളിപ്പിക്കലും കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പാരയാണ് എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തെറ്റൊന്നും ഇല്ല എന്ന് സംസം വെള്ളത്തിൻ്റെ ഫളായിലുകൾ, സംസം വെള്ളത്തിൻ്റെ മഹാത്മ്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് ഉണ്ടാക്കി, ഫളായിലു മാഇ സംസം, ഫളുലു മാഇ സംസം എന്ന കിതാബിന് പേരിട്ടു. ഇങ്ങനത്തെ ഒരു കിതാബുണ്ട്. ഇത് സംസം വെള്ളത്തിൻ്റെ ശ്രേഷ്ഠത മാത്രം വിവരിക്കുന്ന കിതാബാണ് അസ്ഖലാനി തങ്ങളുടെ. ഇതിൽ മഹാനവർ അങ്ങനെ അധ്യായം തന്നെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ 201-ാമത്തെ പേജിലുണ്ടോ ഗുസ്ലുൽ മൗതാ ബി സംസം ബഅദ തത്ഹീരിഹിം റജാഅൽ ബറകതി, മയ്യത്ത് കുളി കഴിഞ്ഞ ശേഷം ബാദത്തൊത്തിഹീരിഹിം എന്ന് പറയാൻ കാരണം അതിൻ്റെ ആ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മയ്യത്ത് സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കൽ, അതിൽ പറയുന്ന അധ്യായം. എന്നിട്ട് പറഞ്ഞു വക്കാന അഹ്ലു മക്ക മിനസ് സ്വഹാബത്തി വമൻ ബഅദുഹും, ആണോ സ്വഹാബികളും സ്വഹാബത്തിന്റെ ശേഷം വന്നവരും ഒക്കെ യഹ്രിസൂന അലൽ തബറുക്ക് ബിമാഇ സംസം ഹത്താ ബഅദ മൗതിഹിം, അവരൊക്കെ സംസം വെള്ളത്തിന്റെ ബറക്കത്ത് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. അത് മരണത്തിന്റെ ശേഷം അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഫയുഗസ്സിലൂന ബിഹി മൗതാഹും ബഅദ തത്ഹീരിഹിം, മയ്യത്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഇങ്ങനെ ഇച്ചിരി വെള്ളം കൊടുത്താണ് മയ്യത്തിന്റെ ദേഹത്ത് ഒഴിക്കുന്ന പരിപാടി ഉണ്ട്. എന്തിനു വേണ്ടി? റാജീന ലഹും ബി ബറക്കത്തിഹി കുല്ല ഖൈറോ, ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്തവർ ആരൊക്കെയാണ്?
ഇപ്പൊ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഏട്ടത്തിയാവുന്ന അസ്മാ ബിബി റളിയല്ലാഹു അൻഹ, അതായത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ഫഹാദിഹി അസ്മാഉ ബിൻതി അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ വസ്സലത്ത് വലദഹ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. അസ്മാ ബി റളിയല്ലാഹു അൻഹ അവിടുത്തെ മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഖബല ദഫ്നിഹി ബിമാഇ സംസം ഉണ്ടോ. അപ്പൊ അവര് സംസം വെള്ളം കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട്. എന്നിട്ട് അസ്കലാനി തങ്ങൾ പറയാണ്, ആരാണ് ഈ അസ്മാ ബീവിയൊക്കെ? ചെറിയ ആളൊന്നും അല്ലല്ലോ. ഇസ്ലാമിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന മഹദിയാണെന്ന് മാത്രമല്ല, സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ളവരാണെന്ന് മാത്രമല്ല, വഹിയ മിമ്മൻ കാന യുലാസിം ബൈത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നവരാ. റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരൊക്കെ അല്ലേ, റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അപ്പോൾ എൻ്റെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കളാണല്ലോ ഇവരൊക്കെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ വീട്ടിൽ എപ്പോഴും അതാണ് യുലാസിമു ബൈത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നവരാ. അപ്പം ഇവരൊക്കെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഇനി മാത്രമല്ല, അസ്കനാനി തങ്ങൾ തന്നെ പറയുന്നു, കാല ഫാഖിഹ്, ഇമാം ഫാഖിഹ് തങ്ങളൊക്കെ അതൊക്കെ വലിയ മഹാന്മാരാ, ഹിജ്റ 272 വഫാത്തായി പോയവരാ. അവരൊക്കെ പറയാണ് അവരുടെ ആ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇദാ ഫറഗു മിൻ ഗസ്ലിൽ മയ്യത്ത്, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദാ ഫറഗു മിൻ ഗസ്ലിൽ മയ്യത്ത്, അല്ല മയ്യത്ത് അതിൻ്റെ സംസം വെള്ളം കുളിപ്പിക്കുക എന്നല്ല, ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ടാകുമ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ബർക്കത്തിന് വേണ്ടിയിട്ട് സംസം, അവസാനം ഇച്ചിരി വെള്ളം എടുത്തിട്ട് സംസം വെള്ളം എടുത്തിട്ട് തബറുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാം. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും സംസം വെള്ളം നമുക്ക് ഉണ്ടാവില്ല, അപ്പം ഇച്ചിരി വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ തടവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ രൂപമാണെങ്കിൽ അങ്ങനെയും സ്വീകരിക്കാം. ഏതായാലും തബറുക്കും ബിഹി, അതുകൊണ്ടല്ലോ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പം ഇത് എൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വരെ അവരുടെ ഫിഖ്ഹിന്റെ കിതാബിൽ ഇത് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാം, അങ്ങനെ വിരോധങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് ബറക്കത്ത് ചെയ്തതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. മഹാനായ എൻ്റെ ഖതീബ് ഷർബീനി റഹിമഹുല്ല അവിടുത്തെ ഇഖ്ന എന്ന് പറയുന്ന കിതാബിലും ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ അസ്മാ ബീവി അങ്ങനെ കുളിപ്പിച്ചപ്പോൾ എന്തായിട്ടില്ല, ഒരു സ്വഹാബത്ത് പോലും എതിർത്തില്ല എന്നും കൂടി കൂട്ടി പറയുന്നു. അത് പിന്നെ വലിയ തെളിവ് തന്നെയല്ലേ. ഇഖ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഖതീബ് ഷർബീന്റെ ഇഖ്ന എന്ന് പറഞ്ഞ ഫിഖ്ഹിന്റെ കിതാബാണ്, ഷാഫി മദ്ഹബിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽപ്പെട്ടൊരു ഗ്രന്ഥം തന്നെയാണ് ഇഖ്നാഇന്റെ 1-ാം വോള്യം. ഇത് എവിടെ പറയുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ജനാസിന്റെ ബാബിലും നോക്കിയാൽ കിട്ടൂല. നേരെ മറിച്ച് എൻ്റെ ത്വഹാറത്തിന്റെ ബാബിൽ എങ്ങനെയാണ് ഒളു കൊടുക്കേണ്ട വെള്ളം ഏത് എന്നൊക്കെ പറയുന്നിടത്ത് ലോകത്തുള്ള വള്ളങ്ങളെ പറ്റി എണ്ണി പറയുമ്പോൾ അവിടെയാണ് സംസം വെള്ളവും ഉണ്ടല്ലോ, ലോകത്ത് വള്ളങ്ങളെ കൂട്ടപ്പെട്ട വെള്ളം തന്നെ സംസം വെള്ളം, അവിടെയൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇത് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു വലം യുങ്കിർ ദാലിക, കാരണം അവിടെ ഹാജറായ കൂട്ടത്തിൽ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഒരുപാട് സ്വഹാബത്ത് ഉണ്ടായിരുന്നല്ലോ. വലം യുങ്കിർ ദാലിക അലൈഹിം അഹദും മിൻഹും, ഒരാൾ പോലും അതിന് എതിർത്തില്ല, ഒരാൾ പോലും അതിന് എതിർന്ന പാടില്ലെങ്കിൽ എതിർക്കേണ്ടിയിരുന്നല്ലോ. ബറക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസം വെള്ളം കുറച്ചെടുത്താണ്ട് അവർ കുളിപ്പിച്ചപ്പം എന്തേ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ലതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും എതിർത്തില്ല എന്ന് പറയുമ്പം അതും വലിയൊരു തെളിവല്ലേ. അതും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ പറയുന്നത്. ഖതീബ് ഷർബീനിയൊക്കെ ഷാഫി മദ്ഹബിലെ ഫുഖഹാന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ടവരല്ലേ. ഇനി മാത്രമല്ല, ഇഖ്നാഇക്ക് തന്നെ ധാരാളം ഷറഹുകളും അശ്ശികളൊക്കെ കയറി വന്നിട്ടുണ്ട്. ശേഷം ആരും അതിനെ എതിർക്കാനും വന്നില്ല. എന്നാൽ അതിന്റെ ഷറഹുകളോ അല്ലെങ്കിൽ അശ്ശികളോ പറയുമ്പം ഇപ്പൊ ഏറ്റവും അറിയപ്പെട്ട അശ്ശയാണ് ഇമാം ബുജൈരിമി റളിയല്ലാഹുവിന്റെ ആശത്തുൽ ബുജൈരിമി. ഇത് ഇഖ്നാഇന്റെ ഷറഹല്ലേ, ഈ അശ്ശല്ലേ, ഇതിലൊന്നും എതിർത്തിട്ടില്ലല്ലോ. ഇതിലൊന്നും അങ്ങനെ എതിർത്തിട്ടൊന്നും കണ്ടിട്ടില്ല. നേരം അതുപോലെ തന്നെ ഇമാം നബ്റാവിനെ തങ്ങളുടെ ഹാഷത്തുൽ നബ്റാവി, ഇത് ഇഖ്നാഇന്റെ ഷറഹ് തന്നെയാണ്. എന്നിട്ട് ഇതിലും കണ്ടില്ല എതിർത്തതായിട്ട്. ഇനിയൊക്കെ പോകട്ടെ, സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു ഈ പറയുന്ന തഖ്രീറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ഈ പറയുന്ന ഇഖ്നാഇക്ക് ഒരു കിതാബ് ഉണ്ടാക്കി, തഖ്രീറാത്തുകൾ, അതിന്റെ കാര്യങ്ങളെ കെട്ടും കൊടുത്തുകൊണ്ടൊക്കെ അങ്ങനെ റിപ്പോർട്ടായിട്ട് അതിന്റെ അവതരിപ്പിക്കാറില്ലേ, ആ രൂപത്തിൽ കൊണ്ടുവന്ന കിതാബാണ് ഇത് 4 വാള്യത്തിൽ ഈ പറയുന്ന തഖ്രീറാത്തു സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു. ഇതും ഈ ഇഖ്നാഇന്റെ തഖ്രീറാത്ത്, ഈ ഷറഹ്, ഈ പറയുന്ന അതിനൊക്കെ എൻ്റെ വിശദീകരണം നൽകിയ കിതാബല്ലേ, അതിലും എതിർത്തില്ല. അപ്പോ എതിർപ്പുകളായിക്കൊണ്ടൊന്നും ഇവരാരും അത് എതിർത്ത് കണ്ടില്ല. അപ്പൊ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കൽ അത്ര നല്ലതല്ല, അത് ശരിയാണ്. അത് ഇബ്നു ഹജർ തങ്ങളൊക്കെ തൊഫയിൽ പറഞ്ഞു, അതോടുകൂടെ അത് കഴിഞ്ഞു. നേരെ മറിച്ച് ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എല്ലാം കഴിഞ്ഞതിന് ഇച്ചിരി സംസം വെള്ളം എടുത്തുകൊണ്ട് ഈ മയ്യത്തിന്റെ ദേഹത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും തെറ്റല്ല, അത് നല്ലതുമാണ് എന്നുള്ളതും ഉലമാഇന്റെ വിശദീകരണത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ.